പരിശുദ്ധ പരിമലത്തിനുബേനെക്കുറിച്ച് ഭാരതത്തിൻ്റെ ഭാവത്തിൽ നമ്മൾ മോർ ഗ്രിഗോറിയോസ് എന്ന സുറിയാനി ഭാഷയുടെ പശ്ചാത്തലത്തിൽ ആ വിശുദ്ധനെ വിളിക്കുന്നത് പോലെ ഭാരതത്തിൻ്റെ ഭാവത്തിൽ ചേർന്ന് വിളിക്കാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ പദങ്ങളിലൊന്നാണ് ഏകർഷി, സൂര്യനെ പോലെ ഒരാൾ. തേജസ്വിയായ സമാനതകളില്ലാത്ത പ്രതിഭാസമാണ് പരിമല പുണ്യവാൻ. സത്യത്തിൽ പുണ്യാത്മാക്കളുടെ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടെയാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ച് 54 വർഷത്തിൻ്റെ ജീവിതത്തിനപ്പുറം മരണത്തോടെയാണ് അത് ആരംഭിക്കുന്നത്. മരണമെന്നത് തണൽ നൽകിയ ഇല വളമാകാൻ കൊഴിയുന്നതിൻ്റെ പേരാണ് മരണം. ഞാൻ ആവർത്തിക്കട്ടെ, തണൽ നൽകിയ ഇല വളമാകാൻ കൊഴിയുന്നതിൻ്റെ പേരാണ് മരണം. അങ്ങനെയെങ്കിൽ മലങ്കരയുടെ തണലായി പരിശുദ്ധ പുണ്യവാൻ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് തണലായിരുന്നെങ്കിൽ ഇന്ന് ആ പുണ്യവാൻ തണലും സഭയുടെ വളവുമാണ്. ഇത് മനോഹരമായ ഒരു ചിന്തയോട് നാം ചേർത്ത് പിടിക്കാം. ഇന്ന് ഈ പകലിൻ്റെ ധ്യാനത്തിൽ ആയിരിക്കുന്നിടത്ത് എന്നോടൊപ്പം ഈ ചിന്തകളിലേക്ക് ഞാൻ ധ്യാനിക്കാൻ വിളിക്കുന്നത് പരിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധന്മാരുടെ ജീവിതത്തെ വേദപുസ്തകത്തിലെ 3 ഭാവങ്ങളോട് ഞാൻ ഉപമിക്കുകയാണ്. ആവർത്തിക്കുന്നു, പരിശുദ്ധന്മാരുടെ ജീവിതത്തെ വിശുദ്ധ വേദപുസ്തകത്തിലെ 3 ഭാവങ്ങളോട്, 3 ഇടങ്ങളോട് ഞാൻ താരതമ്യപ്പെടുത്തി ഇന്ന് പകൽ ദൈവവചനത്തെ ധ്യാനിക്കാൻ പരിമല പുണ്യവാന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു. അല്പം പാടിയും അല്പം പാട്ടിൽ നാം ഒരുമിച്ച് ധ്യാനിച്ചും ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ചിന്തിച്ചുമൊക്കെ മുന്നോട്ട് പോകാം. പരിശുദ്ധന്മാരുടെ ജീവിതത്തെ വേദപുസ്തകത്തിൽ ചേർത്ത് പിടിക്കാൻ ഇന്ന് പകൽ ഞാൻ ആദ്യം ശരണപ്പെടുന്നത് പരിശുദ്ധന്മാരുടെ ജീവിതം മീവൽ പക്ഷിയെപ്പോലെയാണ് എന്നുള്ളതാണ്. പരിശുദ്ധന്മാരുടെ ജീവിതം മീവൽ പക്ഷിയെപ്പോലെയാണ്. മീവൽ നമുക്ക് ഇഷ്ടമുള്ള പേരാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ നാം പേരിടാറുണ്ട്, മീവൽ എന്ന് പേരിടാറുണ്ട്. മീവൽ പക്ഷി 84-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെയാണ്: കുരികിൽ ഒരു വീടും മീവൽ പക്ഷി ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധന്മാരുടെ ജീവിതത്തെ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ കുരികിലിനോടല്ല, മീവൽ പക്ഷിയോട് ഉപമിക്കുന്നു. ദേവാലയത്തിന്റെ മച്ചില വിടവുകളിൽ കൂട്ടമായി സദാ ചിലച്ചും ചലിച്ചുമിരിക്കുന്ന മീവൽ പക്ഷി. എബ്രായ ഭാഷയിൽ സിപ്പോർ എന്ന് പറയുന്ന പക്ഷിക്കുഞ്ഞ് മീവലിനെ കുറിച്ചാണ്. മോശയുടെ ഭാര്യയും ആ പേര് തന്നെയാണല്ലോ, സിപ്പോറ. ഇവിടെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ മീവൽ പക്ഷിയെ പരിശുദ്ധന്മാരുടെ ജീവിതത്തോട് ഉപമിക്കുന്നു. അതിന്റെ അർത്ഥം ആ വേദവാക്യത്തിൽ തന്നെയുണ്ട്. കുരികിൽ കണ്ടെത്തിയത് ദേവാലയത്തിലെ മച്ചില വിടവുകളിൽ ഒരു വീടാണ്. വീട് മനുഷ്യന്റെ സ്ഥിരമായ മോഹത്തെ കുറിക്കുന്നു, സ്ഥിരമായ ആഗ്രഹത്തെ കുറിക്കുന്നു. വീടുണ്ടാക്കുക എന്നുള്ളതൊരു ആഗ്രഹമാണ്. എന്നാൽ കുരികിൽ വീടാണ് കണ്ടെത്തിയതെങ്കിൽ മീവൽ കണ്ടെത്തിയത് കൂടാണ്. കൂട് താൽക്കാലികതയുടെ ഇടമാണ്, ടെമ്പറാലിറ്റിയുടെ അനുഭവമാണ്, നശ്വരതയുടെ പ്രതീകമാണ്. കൂട്, കുടി, കൂടാരം, കുടീരം എന്നുള്ളതൊക്കെ താൽക്കാലികതയെ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ ജീവിതത്തിൽ കൂടാരം അവരുടെ നിഴലായിരുന്നു, സമാഗമന കൂടാരവും പിന്നെ അവർ മരുഭൂമിയിൽ തണലേറ്റ കൂടാരവും. കൂടാരം താൽക്കാലികതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ സ്വാളോ അഥവാ ഡ്രോർ എന്ന് വിളിക്കപ്പെടുന്ന മീവൽ പക്ഷി കുരികിലിനെ പോലെയല്ല. തൻ്റെ കൂടെ പറന്നു വന്ന കുരികിൽ വീട് ആഗ്രഹിച്ചപ്പോൾ, നമ്മളെ പോലെ ജീവിതം ഇവിടെ സ്ഥിരമാണെന്ന് വിചാരിക്കുമ്പോൾ, മീവൽ പക്ഷി ആഗ്രഹിക്കുന്നത് കൂടാണ്. കൂടാഗ്രഹിക്കുന്ന മീവൽ പക്ഷി എന്തിനാണ് കൂടാഗ്രഹിക്കുന്നത്? ജീവിതം താൽക്കാലികമാണ്, ജീവിതം നശ്വരമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. മീവൽ ഒരു ദേശത്ത് തന്നെ താമസിക്കുന്ന പക്ഷിയല്ല, അതൊരു ദേശാടന പക്ഷിയാണ്. മീവലിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ മനോഹരമായ 5 പരാമർശങ്ങളുണ്ട്. മീവൽ ദേശാടന പക്ഷിയായി പറന്നു വന്ന്
കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കി മടങ്ങിപ്പോകുന്നു. എവിടെ നിന്നോ ദേശാടന പക്ഷിയായി അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറന്നു വന്ന് മുട്ടയിട്ട് കൂടൊരുക്കി കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കി മടങ്ങിപ്പോകുന്നു. ജീവിതം തീർത്ഥാടനമാണ് എന്നുള്ള ചിന്ത സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറില്ല. എന്നാൽ പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ജീവിതം തീർത്ഥാടനമാണെന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പരിശുദ്ധന്മാരുടെ ജീവിതം വേദപുസ്തകത്തിൽ മീവൽ പക്ഷിയെ പോലെയാണ്. അടുത്ത നിമിഷം അനിശ്ചിതത്വമാണ് തീർത്ഥാടനത്തിന്റെ പ്രത്യേകത. അടുത്ത നിമിഷം അനിശ്ചിതത്വം എന്നുള്ളതാണ് മീവൽ പക്ഷിയുടെ ചിന്ത, പരിശുദ്ധന്മാരുടെ ചിന്ത. ബുദ്ധമതത്തിൽ തഥാഥ എന്നൊരു പദമുണ്ട്. എന്ത് സംഭവിക്കുന്നുവോ അങ്ങനെ സംഭവിക്കട്ടെ. ബുദ്ധനെ തഥാഗതൻ എന്ന് വിളിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതം ഈ തഥാഥ പോലെയാണ്. എന്ത് സംഭവിക്കുന്നുവോ അങ്ങനെ സംഭവിക്കട്ടെ. 54 വയസ്സിൽ കടന്നുപോയ ശ്രേഷ്ഠനായ മുനിവര്യൻ ചാതുരുത്തിയിലും വെട്ടിക്കലിലും പിന്നെ പരുമലയിലും ഒക്കെ ജീവിക്കുമ്പോൾ ജീവിതം ഒരു തീർത്ഥാടനമാണെന്ന് താൻ ഏറെ ചിന്തിച്ചിട്ടുണ്ട്. നാളെക്കുറിച്ച് അദ്ദേഹം അധികം വിചാരിച്ചിട്ടില്ല. അത്ഭുതം തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ സംഭവങ്ങൾ വായിക്കുമ്പോൾ. അദ്ദേഹത്തെക്കുറിച്ച് മനോഹരമായൊരു സംഭവമില്ലേ? ഒരു വൈകുന്നേരം താൻ പരുമലയിൽ താമസിക്കുമ്പോൾ കുശനിക്കാരൻ വന്നു പറഞ്ഞു, തിരുമേനി ഇന്ന് അത്താഴത്തിനൊന്നുമില്ല, എന്താണ് ചെയ്യുക? തിരുമേനി ഒന്നും പറഞ്ഞില്ല, മന്ദസ്മിതം തൂകി നിന്നു. ഇന്ന് രാത്രിയുടെ വകയ്ക്ക് അത്താഴക്കഞ്ഞിക്ക് ഒരു വകയുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ എന്ന് തിരുമേനി ചിന്തിച്ചിരുന്നു. പരുമല തിരുമേനിയുടെ ജീവിതം മീവൽ പക്ഷിയെ പോലെയാണ്. അതുകൊണ്ടാണ് പണ്ടാരു പാടിവെച്ചത്, അഷ്ടിക്കൊരു വക കാണാത്ത നാളിലും തുഷ്ടിയോടെല്ലാം നടത്തിപ്പോന്നു. ഒരു നാളിൽ പരിചാരകൻ മുന്നിൽ വന്നറിയിച്ചു, അത്താഴത്തിനൊരു വകയുമില്ല. ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നേരം സന്ധ്യയായി. സന്ധ്യ നമസ്കാരത്തിന് തൊട്ടു മുൻപാണ് ഇന്നൊന്നുമില്ല, അത്താഴത്തിന്റെ അരിയുടെ പാത്രം, ചെമ്പ് പാത്രം ശൂന്യമാണെന്ന് അറിയുന്നതാണ്. എല്ലാവരും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന നേരമാണ്. മണിനാഥമുയരുന്നു പള്ളിയിലെല്ലാരും, സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്കൊത്തുകൂടി. ഉള്ളം നിറഞ്ഞുള്ള പ്രാർത്ഥന തീർന്നപ്പോൾ വെള്ളമടുത്തു പള്ളിക്കടവിൽ. സന്ധ്യ നമസ്കാരത്തിന് മുൻപ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ എന്ന് ഒരു മീവൽ പക്ഷിയെ പോലെ തീർത്ഥാടകന്റെ മനോഭാവവുമായി തിരുമേനി നിൽക്കുമ്പോൾ, നമസ്കാരം കഴിയുമ്പോൾ നാം വായിക്കുന്നതെങ്ങനെയാണ്, നാം അറിയുന്നതെങ്ങനെയാണ്? തിരുമേനിയുടെ പുകൾപെറ്റ ചരിത്രത്തിൽ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വള്ളത്തിൽ പാത്രങ്ങളിൽ ഭോജ്യ വസ്തുക്കളുമായി വന്നെത്തി ഏതോ ഗൃഹനായകൻ. ആഗതനാദര പൂർവമറിയിച്ചു, നാളെ മകളുടെ കല്യാണമാ. മീവൽ പക്ഷിയെ പോലെ എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇതാ അനിശ്ചിതത്വത്തിന്റെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് പമ്പാ നദിയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചൊരു വള്ളം പരുമലക്കടവിൽ അടുക്കുന്നു. നാളെ എന്റെ കുട്ടിയുടെ കല്യാണാണ്. ഒരു വള്ളം നിറച്ച സാധനങ്ങളുമായി എല്ലാവരും വിസ്മയിച്ചു. ഒരു മന്ദസ്മിതത്തോടെ, മന്ദസ്മിതം തൂകി കൊച്ചു തിരുമേനി ദമ്പതിമാരെ അനുഗ്രഹിച്ചു. മന്ദസ്മിതം തൂകി കൊച്ചു തിരുമേനി ദമ്പതിമാരെ അനുഗ്രഹിച്ചു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്നുള്ള ദൈവവചനം മറക്കുമോ? ദൈവവചനത്തിന്റെ ആഴത്തിൽ ബലപ്പെട്ട് എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ. ജീവിതത്തിന്റെ അനിശ്ചിതത്തെ സഖിയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വഴികളിലൊരു തീർത്ഥാടകനെ പോലെ
ജീവിതത്തിന്റെ വഴികളിൽ ഒരു മീവൽ പക്ഷിയെ പോലെ, ദേശാടനിയ പക്ഷിയെ പോലെ പറന്നു നടന്നു. ബുദ്ധമതത്തിലൊരു ചിന്തയുണ്ട്. ജീവിതം എന്ന് പറയുന്നത് 4 അടിസ്ഥാന തത്വങ്ങളാണ്. 1 സർവം ശൂന്യം, 2 സർവം ക്ഷണികം, 3 സർവം പ്രതീതി, 4 സർവം നിരാത്മം. സർവം നിരാത്മം. ജീവിതം ഇങ്ങനെയാണ്. എല്ലാം മായെന്ന്, എല്ലാം നഷ്ടപ്പെടുമെന്ന്, എല്ലാം നശിച്ചു പോകുമെന്നെ ഓർമ്മപ്പെടുത്തൽ. മീവൽ പക്ഷിയെ പോലെ. അതുകൊണ്ടാണ് പണ്ടാരോ പാടിവെച്ചത്, അടുത്ത ചോടറിയാതെ ഇരിപ്പതെന്ത് അനുഗ്രഹം. മുന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല, മുന്നിൽ എന്താണ് വഴിയെന്ന് നമ്മൾക്കറിയില്ല. അപ്പോഴും ആ പാട്ടുകാരൻ പാടി, അടുത്ത ചോടറിയാതെ ഇരിപ്പതെന്തനുഗ്രഹം. നമ്മൾ നാളെ കുറിച്ച് ചിന്തിക്കുന്നവരാ. എന്നാൽ പരിശുദ്ധന്മാരങ്ങനെയല്ല. അടുത്ത ചോടറിയാതെ എന്തെന്നാൽ തനിച്ചെന്നെ നടത്താതെ വലതു കൈ പിടിക്കും ഞാൻ. എന്നെ തനിച്ച് നടത്താതെ, പിന്നെയോ തനിച്ചെന്നെ നടത്താതെ വലതു കൈ പിടിക്കും ഞാൻ. മുന്നിലൊരു ചുവടുവയ്പ്പാ. ദൈവമേ, ഒരു ചുവട് വയ്ക്കാനുള്ള വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എങ്കിലും മാത്രമിട കാണുന്നു ഞാൻ. അത് മതി, ആയതു മതി എനിക്ക്, ശേഷമെല്ലാം ദൈവ. എന്നോടുകൂടെ നിങ്ങൾ ഈ ഓൺലൈനിൽ ശുശ്രൂഷ കാണുമ്പോൾ നാളെക്കുറിച്ച് ഭാരപ്പെടുന്ന സഹോദര, നാളെക്കുറിച്ച് ഭാരപ്പെടുന്ന സഹോദരി എന്നോട് ചേർന്ന് പാടുമോ? മുന്നിലൊരു ചോടു മാത്രമിട കാണുന്നു ഞാൻ. ആയതു മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. നാളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, നാളെക്കുറിച്ചുള്ള ജീവിതത്തിന്റെ നിശ്ചയം, അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തെക്കുറിച്ച് തീർത്ഥാടനം എന്ന ചിന്ത പരിശുദ്ധന്മാരുടെ ജീവിതം മീവൽ പക്ഷിയെ പോലെയാണ്. സഭയുടെ ചരിത്രത്തിൽ തിപ്സിലെ പൗലോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ആദ്യകാല സന്യാസി പിതാക്കന്മാരിൽ ഒരാളാണ്. ഡീഷ്യസ് ചക്രവർത്തിയുടെ പീഡനത്തിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ മനുഷ്യൻ. 16 വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് മരുഭൂമിയിലേക്ക് ക്രൈസ്തവ സന്യാസത്തിൽ ആകൃഷ്ടനായി പോയി. ആ പിതാവിന് പക്ഷിമൃഗാദികൾ മരുഭൂമിയിൽ ഭക്ഷണം കൊടുത്തുവെന്ന. പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ അനിശ്ചിതത്വത്തിൽ ഒരു ദൈവ കരുതലുണ്ട്. പരിശുദ്ധ പരിമല പുണ്യവാനെ ഏറെ സ്വാധീനിച്ച പിതാവാണ് മരുഭൂമിയിലെ മാർ അന്തോനിയോസ് പിതാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്റെ ക്രൂശിടത്തിനെ അനുഗമിക്കട്ടെ എന്നുള്ള വചനം, ആ വചനം കരുപ്പിടിപ്പിച്ച, ആ വചനം ഏറെ സ്വാധീനിച്ച പിതാവാണ് മാർ അന്തോനിയോസ്. പരിമല പുണ്യവാന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച പിതാവ് മാർ അന്തോനിയോസ്. മരുഭൂമിയിൽ മാത്രം ജീവിച്ച അന്തോനിയോസ് പിതാവ്, വല്ലപ്പോഴും മാത്രം ഭക്ഷിച്ച ഈന്തപ്പഴങ്ങളും വെള്ളവും മാത്രം കുടിച്ചു ജീവിച്ച മണലാരണ്യങ്ങളിൽ താപസ ജീവിതത്തിന്റെ തേനൊഴുക്കിയ പിതാവ്, വല്ലപ്പോഴും മാത്രം ഭക്ഷണം കഴിച്ച ഈ മനുഷ്യൻ, ഈ പിതാവ് 105 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ദിവസം 6 നേരം കഴിച്ചിട്ട് എത്ര വയസ്സ് വരെ ജീവിക്കാൻ കൊതിക്കുന്നു. ഉപവാസത്തിന്റെ പിതാവ് മാർ അപ്രയം പിതാവ്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ധാരാളം നാം പാടാറുണ്ട്. ആ മാർ അപ്രയം പിതാവിന്റെ അപ്പൻ അപ്പോളോ ദേവന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നയാളായിരുന്നു. 10 വയസ്സപ്പോൾ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു എന്നാണ് ചരിത്രം. തീർത്ഥാടകനിൽ ആയി ഭാരമില്ലാതെ അലഞ്ഞു നടന്ന മാർ അപ്രയം, തിപ്സിലെ പൗലോസ്, അന്തോനിയോസ് പിതാവ്, സഭയുടെ പിതാക്കന്മാർ, സന്യാസി വര്യന്മാർ മീവൽ പക്ഷിയെ പോലെയാണ്. തീർത്ഥാടകൻ ഭാരമില്ലാതെ ജീവിക്കേണ്ടവൻ. നമ്മൾ ഒത്തിരി ഭാരങ്ങൾ കൂട്ടിവെച്ച് ജീവിക്കുന്നവരാ. എന്താണ് ഭാരം? വാട്ട് ഈസ് വെയിറ്റ്?
വെയിറ്റ് ഈസ് ആൻ അട്രാക്ഷൻ ടുവേർഡ്സ് എർത്ത്. മണ്ണിലേക്കുള്ളൊരു ആകർഷണമാണ് ഭാരം. വെയിറ്റ് ഈസ് അട്രാക്ഷൻ ടുവേർഡ്സ് എർത്ത്. എന്താണ് നമ്മെ മണ്ണിലേക്ക് വിളിക്കുന്നത്? ലോകം, ജഡം, പിശാച്. ഈ ലോകത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ ചിന്തകൾ, പിശാചിന്റെ ചിന്തകൾ എന്നെയും നിങ്ങളെയും ഒക്കെ മണ്ണിലേക്ക് ആകർഷിക്കും. ഇതാണ് നമ്മുടെ ഭാരം. മണ്ണിൽ നിന്ന് ഉയരുമ്പോൾ ഒരു മീവൽ പക്ഷിയെ പോലെ ജീവിക്കാം. 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ കടന്നു പോകുന്ന ജീവിതം വളരെ വേഗം. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. ഈ ഓടുന്ന ക്ലോക്കില്ലേ? ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ഈ ക്ലോക്ക് നമ്മളോട് സംസാരിക്കുകയാണ്. സമയം അതിവേഗം ഓടുന്നു. മനുഷ്യ നിൻ ചുമരിൽ തൻ്റെ ഈ സൂചി ഇങ്ങനെ മിനിറ്റിന്റെയും മണിക്കൂറിന്റെയും സൂചി ഇളകുമ്പോൾ ഇങ്ങനെ പാടുന്നു. ആ ഘടികാരം നമ്മളോട് ക്ലോക്ക് പറയുകയാണ്, ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സമയം ഞാൻ ചെത്തിമിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ഓരോരുത്തരും ധ്യാനിക്കണം. ഈ ക്ലോക്ക് നമ്മോട് സംസാരിക്കുകയാണ്. മനുഷ്യ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? ഹസൻ അൽ ബസ്രി എന്ന് പറയുന്ന ഒരു പഴയ ചിന്തകൻ പറയുന്നുണ്ട്, ആദാമിന്റെ മകനെ നീ കേവലം കുറെ ദിനങ്ങൾ മാത്രമാണ്. എന്താ? ആദാമിന്റെ മകനെ നീ കേവലം കുറെ ദിനങ്ങൾ മാത്രമാണ്. ഓരോ ദിനം കഴിയും തോറും നിന്റെ ഒരു ഭാഗം തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കുറെ ദിവസങ്ങളാ. അപ്പൊ എന്നെ കേൾക്കുന്നവര് പറ, നമ്മൾ വളരുകയാണോ ചെറുതാവുകയാണോ? ചെത്തിമിനുക്കി ക്ലോക്കിന്റെ സൂചി നമ്മുടെ ജീവിതത്തെ ചെത്തിമിനുക്കി നീ വലുതായോ സ്നേഹിത? നമ്മുടെ ജീവിതം ചെറുതായോ? നമ്മൾ വലുതായി എന്ന് വിചാരിക്കുക. മീവൽ പക്ഷി ദേശാടന പക്ഷിയാണ്. മീവൽ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത വളരെ വേഗം നമുക്ക് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്, ജീവിതം തീർത്ഥാടനമാണെന്നുള്ള ചിന്ത. പരുമല തിരുമേനി അനുച്ഛിതത്തെ സ്നേഹിച്ച ആളാണ്. മീവൽ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത, ഈ യാഗപീഠത്തിൽ മക്കളെ വളർത്തുന്നു. ഓക്കുമരവും തേക്കുമരവും പൈൻമരങ്ങളും കാടുകളും ഒക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു. മീവൽ പക്ഷി കൂടുകൂട്ടിയത് ഓക്കുമരത്തിന്റെയും തേക്കുമരത്തിന്റെയും ചില്ലകളിലല്ല, ദേവാലയത്തിന്റെ മച്ചില വിടവുകളിൽ, യെരൂശലേം ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ മുട്ടയിട്ട മീവൽ പക്ഷി. യാഗപീഠത്തിൽ മുട്ടയിട്ട് പൊരുന്നയിരുന്ന കുഞ്ഞുങ്ങളെ വിരിയിച്ച് എങ്ങോട്ടോ പറന്നുപോയ മീവൽ പക്ഷി. മീവൽ പക്ഷിയുടെ ജീവിതം പരിശുദ്ധന്മാരുടെ ജീവിതം പോലെയാണ്. യാഗപീഠത്തോട് ബന്ധിക്കപ്പെട്ട ജീവിതം. അറ്റാച്ച്മെന്റ് അല്ല, നമുക്ക് അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വൈകാരിക ബന്ധം മാത്രമാണ്. നമുക്കൊരു വൈകാരിക, ഒരു പ്രണയത്തിലുണ്ടാകുന്ന, ഒരു താല്പര്യത്തിലുണ്ടാകുന്ന, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നാം നേർച്ച പറയുമ്പോഴുണ്ടാകുന്ന ഒരു വൈകാരിക ബന്ധം മാത്രമാണ് അറ്റാച്ച്മെന്റ് എങ്കിൽ, നമ്മുടെ ആത്മീയത കേവലം അറ്റാച്ച്മെന്റ് മാത്രമായിരിക്കുമ്പോൾ പരിശുദ്ധന്മാരുടെ ജീവിതം ബോണ്ടിങ് ആണ്. അത് മുറിയാത്ത ബന്ധമാണ്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ബന്ധമാണ്. ദൈവാലയത്തോട്, യാഗപീഠത്തോട്, ഒരു പക്ഷിക്കും കാണാത്ത, ഒരു പക്ഷിയും കാണിക്കാത്ത ബോണ്ടിങ് മീവൽ പക്ഷിക്ക് യാഗപീഠത്തോടുണ്ടായിരുന്നു. 1902 ഇടവക പത്രിക തിരുമേനിയുടെ മരണവിവരം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കേൾക്കണം. 1902 ഇടവക പത്രിക പരുമല തിരുമേനിയുടെ മരണവിവരം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തിരുമേനി കഠിനമായ രോഗാസ്വസ്ഥ്യം കൊണ്ട് പീഡിതനായിരുന്ന അന്ത്യഘട്ടത്തിലും പള്ളിയിലെ ആരാധന ശുശ്രൂഷകളിലും മറ്റും മുടക്കം കൂടാതെ പങ്കെടുക്കണമെന്നും അവയിൽ മെത്രാൻ സ്ഥാനത്തിനടുത്ത കർമ്മങ്ങൾ സ്വയം അനുഷ്ഠിക്കണമെന്നും നിഷ്ഠയുണ്ടായിരുന്നു.
തിരുമേനി കാലം ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കഷ്ടാനുഭവ ആഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച പള്ളി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനിടയ്ക്ക് ധൂപക്കുറ്റി വീശുക മുതലായ കർമ്മങ്ങൾ തന്നെത്താൻ നടത്തിയതിലെ ശരീര പാരവശ്യം ജനങ്ങളെ ഭയപ്പെടുത്തി. തിരുമേനി അവിടെ നിലം പതിച്ച് കാലം ചെയ്തു പോകുമെന്ന് ജനങ്ങൾക്ക് തോന്നി. പള്ളിയകത്ത് കൂടിയിരുന്ന ജനം വാവിട്ട് നിലവിളിച്ചു പോയി. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? തീരെ മേലാതിരുന്ന തന്റെ അവസാനത്തെ കഷ്ടാനുഭവ ആഴ്ചയിൽ ധൂപക്കുറ്റി വീശണമെന്നുള്ള നിർബന്ധം താഴെ നിന്ന ജനം കണ്ടപ്പോ ഇപ്പൊ വീണു പോകുമോ? ഈ ദൈന്യഭാവം കണ്ടപ്പോൾ വാവിട്ട് നിലവിളിച്ചു പോയി. ഇതൊരു ബോണ്ടിങ് ആണ്. കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അറ്റാച്ച്മെന്റ് അല്ല. മതങ്ങളുടെ അനുഷ്ഠാന പ്രക്രിയയിൽ മാത്രം അഭിരമിക്കുന്ന കേവലം പഴത്തൊലി പോലെയുള്ള മതജീവിതമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞത്, തിരുമേനി ഒഴിഞ്ഞത്. ഈശ്വര പ്രാർത്ഥന ഈ ലോകത്തെ പല വിധത്തിലും ദൈവത്തിന്റെ പാതാരവിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ. ചങ്ങലയാണ് പ്രാർത്ഥന. അതൊരു ബോണ്ടിങ്ങിന്റെ ചങ്ങലയാണ്. അതൊരു നൂല് പോലെയല്ല, ഒരു ചരട് പോലെയല്ല, ഒരു പൊന്നിൻ ചങ്ങലയാണ്. ത്രോണോസ് മുത്തുമ്പോൾ പട്ടക്കാരും ശുശ്രൂഷക്കാരും ഒക്കെ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിപീഠത്തിന്റെ കൊമ്പുകളോട് ബന്ധിപ്പിക്കണമേ. ഇതാണ് ബോണ്ടിങ്. ഈ പെരുന്നാളിനെ നിന്റെ ബലിപീഠത്തിന്റെ കൊമ്പുകളോട് ബന്ധിപ്പിക്കണമേ. ആഴമായ യാഗപീഠത്തിന്റെ ബന്ധം. അതുകൊണ്ടാണ് തിരുമേനിയുടെ വാക്കുകളിൽ, തിരുമേനിയുടെ മൊഴികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ആവർത്തിച്ചു കാണുന്ന വാക്കാണ് സദാ നേരത്തും, എല്ലായ്പ്പോഴും, ഇടവിടാതെ. ഈ വാക്കുകൾ ഇങ്ങനെ കാണാം. ദൈവത്തെ മുറുകെ പിടിക്കണം. തിരുമേനിയുടെ പരിശുദ്ധന്മാരുടെ ചിന്തയാണ്. നിത്യവും ദൈവപ്രാർത്ഥന ചെയ്യുന്നവൻ ഒരിക്കലും അസത്യവാനോ ദുർമാർഗിയോ അവിശ്വാസിയോ ഭക്തിഹീനനോ ജനദോഷിയോ സ്വാമിദ്രോഹിയോ ആയി തീരുന്നവരല്ലെന്ന് തിരുമേനി ഒഴിഞ്ഞത് ഈ യാഗപീഠവുമായി നിത്യം ബന്ധമുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ സ്ഥലം, ഈ പരുമലയുടെ മണ്ണിനെ അദ്ദേഹം പുണ്യമാക്കി. യാഗപീഠമോ ദേവാലയമോ അശുദ്ധമാകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് പരിശുദ്ധന്മാർ. തിരുമേനിയുടെ ജീവിതത്തിൽ തന്നെ പണ്ട് ഒരു അനുഭവമുണ്ട്. പണ്ടൊരു നാളിൽ കൊച്ചു തിരുമേനി ഒരു ദിവസം സുന്ദരം ഒരു സുപ്രഭാതത്തിങ്കൽ തെല്ലുനേരം ഉലാത്താൻ നിരൂപിച്ച് പള്ളിമുറ്റത്ത് മെല്ലെ നടക്കുകയായി. പണ്ട് എവിസ്കറിയ സാർ എഴുതിയതാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ടൊരു നാളിൽ കൊച്ചു തിരുമേനി സുന്ദരമൊരു സുപ്രഭാതത്തിങ്കൽ തെല്ലുനേരം ഉലാത്താൻ നിരൂപിച്ചു പള്ളിമുറ്റത്തു മെല്ലെ നടക്കയായി. ഈ പാട്ടിലൂടെ പറയുമ്പോൾ എൻ്റെ ശ്രോതാക്കൾക്ക് ഇത് കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സംഭവം തിരുമേനിയുടെ ജീവിതത്തെ ധ്യാനപൂർവ്വം പാട്ടിലൂടെ വർണ്ണിക്കുന്നത്. പണ്ടൊരു നാളിൽ കൊച്ചു തിരുമേനി സുന്ദരമൊരു സുപ്രഭാതത്തിങ്കൽ തെല്ലുനേരം നിരൂപിച്ചു പള്ളിമുറ്റത്തു മെല്ലെ നടക്കയാ. സംഭവിച്ചത് എന്തെന്നറിയാമോ? പ്രാതസ്നാനം കഴിഞ്ഞൊരു സുന്ദരി തൊട്ടപ്പുറത്ത് ചാരത്തുള്ള ഭവനത്തിൻ മുറ്റത്ത് പള്ളിമേടയ്ക്ക് അഭിമുഖമായി നിന്നു ഈറന്മാർ മുടി മാടി ഒതുക്കിനാൾ. തിരുമേനിയുടെ ജീവിതത്തിലുണ്ടായ സംഭവമാണ്. തന്റെ ധ്യാനപൂർവമായ ആ നിമിഷങ്ങളിൽ ലാസ്യഭാവത്തോടൊരു സുന്ദരി ചാരത്തുള്ള ഭവനത്തിൻ മുറ്റത്ത് പള്ളിമേടയ്ക്ക് അഭിമുഖമായി നിന്ന് ഈറന്മാർ മുടി മാടി ഒതുക്കിനാൾ. ഇത് കണ്ടപ്പോൾ ആ സൂര്യനെ പോലെ ഏകർഷിയായ പരുമല തിരുമേനിക്ക് തീവ്രവൈരാഗിയാം യുവയോഗിക്ക് നാരിതൻ ഭാവം തീരെ രുചിച്ചില്ല. ആ നിലയിൽ നിന്നൊട്ടൊന്നു മാറുവാൻ ഭൃത്യനെ വിട്ടു യോഗി അറിയിച്ചാൽ. ഇത്തിരി ഒന്ന് മാറുമോ? ആ നിൽപ്പിൽ നിന്നൊന്ന് മാറുമോ? ഇത് യാഗപീഠമാണ്, ഇത് ദേവാലയമാണ്. തെല്ലും കൂസാതെ പിന്നെയും തൻ മുൻപിൽ എന്ന പോൽ നിന്നു മന്ദഹസിക്കയായി. ഒന്നുമൊന്നും പറയാതെ യോഗീന്ദ്രൻ മന്ദമന്ദം നടന്നകം പോകിനാൾ. ഒന്നും പറഞ്ഞില്ല തിരുമേനി. ഈ യാഗപീഠത്തോട് നീ അശുദ്ധി കാണിക്കരുത് പെണ്ണേ, ഈ ദേവാലയത്തോട് നീ അശുദ്ധി കാണിക്കരുത് പെണ്ണേ. പക്ഷെ തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, മുള്ളിന്മേൽ ഉതയ്ക്കരുത്.
തിരുമേനി ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോയെങ്കിൽ തൽക്ഷണം നാരി ഞെട്ടി വിറച്ചുകൊണ്ടട്ടഹാസം മുഴക്കാൻ തുടങ്ങിനാൽ ആ സ്ത്രീ പെട്ടെന്ന് തൽക്ഷണം നാരി ഞെട്ടി വിറച്ചുകൊണ്ടട്ടഹാസം മുഴക്കാൻ തുടങ്ങിനാൽ ചീകിക്കെട്ടിയ വാർമുടി കൈക്കൊണ്ട് വാരി വാരിച്ചിതറിയെറിഞ്ഞവൾ. ഭ്രാന്തിയെ പോലെ ചീകിക്കെട്ടിയ വാർമുടി കൈക്കൊണ്ട് വാരി വാരിച്ചിതറിയെറിഞ്ഞവൾ. ഒരു ഭ്രാന്തിയെ പോലെ മാറിയ ദൈവാലയം, യാഗപീഠം അശുദ്ധമാകരുത്. നാട്ടുകാരോട് എത്തിയ നാരിയെ പെട്ടെന്നെത്തിച്ചു മാമുനി തൻ മുൻപിൽ. എല്ലാരും കൂടി എടുത്തോണ്ട് വന്ന് തിരുമേനിയുടെ മുമ്പില്, കൊച്ചു തിരുമേനിയുടെ മുമ്പില്. ആനതം ആ ശിരസിന്മേലന്നേരം തൂവള്ളപ്പട്ടു ചൂടിയിരുന്നവൾ. എന്താ? നിഷേധിയായി പുണ്യപുരുഷനെ നിഷേധിച്ച, പരിമല പുണ്യവാനെ ധിക്കരിച്ച, പരിമല പുണ്യവാനോട് മറുത്തുനിന്ന, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണെന്ന് നിഷേധിച്ച ഈ സ്ത്രീ ആനതം എടുത്തുകൊണ്ട് എല്ലാരും കൂടെ ഭ്രാന്തിയെ പോലെ നിലവിളിച്ചപ്പോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ആനതം ശിരസിന്മേലന്നേരം ആ ശിരസിൽ തൂവള്ളപ്പെട്ട് ചൂടി. തിരുമേനി ഒന്നും പറഞ്ഞില്ല, കൈവച്ച് അനുഗ്രഹിച്ചു. ഇത്തമോദി മഹാമുനി സൗമ്യനായി ബുദ്ധിമോശമേ മട്ടിലെന്തേ കാട്ടി കാര്യം നീ ഗ്രഹിച്ചായതിനാലിനി സാരമില്ല പൊയ്ക്കൊള്ളുക സന്തുഷ്ടയാ. ഓർക്കണം, ദൈവത്തെ, യാഗപീഠത്തെ, പരിശുദ്ധ സ്ഥലത്തെ എങ്ങനെ കാണണമെന്ന് തിരുമേനി പഠിപ്പിക്കുന്നുണ്ട്. മീവൽ പക്ഷി യാഗപീഠത്തെ സ്നേഹിച്ചതുപോലെ മീവൽ പക്ഷിയുടെ ഒന്നാമത്തെ പ്രത്യേകത ജീവിതം തീർത്ഥാടനമാണ്. പരിശുദ്ധന്മാരുടെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ പ്രത്യേകത യാഗപീഠങ്ങളോട് ബോണ്ട് ചെയ്യപ്പെട്ട, ചേർക്കപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മരുന്നിനേക്കാൾ പ്രാർത്ഥനയെ സ്നേഹിച്ചു. 12-ാം വയസ്സിലെ സംഭവം ഓർമ്മയില്ലേ? Christianity is not measured by actions but reactions. Christianity is not measured by actions but reactions. തനിക്ക് മസൂരി ബാധിച്ച 1860, 1880-ലാണ് മസൂരിക്ക് റൊണാൾഡ് റോസ് വാക്സിൻ കണ്ടുപിടിക്കുന്നത്. കൊറോണ പോലെയാണെന്ന് മസൂരി, മരുന്നില്ലാത്ത കാലം. വെട്ടിക്കൽ ദേറായിലെ ആ പഴയ കട്ടലിൽ കിടന്നുരുളുകയാണ് മരണവേദനയിൽ ഒരു 12-കാരൻ ഷമ്മാശൻ. മരുന്ന് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നുണ്ട്. തന്റെ ഗുരു ഗീവർഗീസ് മൽപ്പാനും മസൂരി വന്നപ്പോ അടുത്ത് നിൽക്കുന്നവരൊക്കെ രോഗം ബാധിക്കും, മരണപ്പെടും. ശിഷ്യന്മാരെയൊക്കെ അകറ്റി പൊക്കോളം പറഞ്ഞു. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോ? ശിഷ്യന്മാരൊക്കെ മടങ്ങിപ്പോയി. പക്ഷേ ഗുരുത്വം, ഈ പരിമല പുണ്യവാൻ 12-കാരൻ കൊച്ചൈപ്പോരാ ഗീവർഗീസ് മാഷൻ ആ മരണക്കിടക്കരികിൽ ഗുരുവിന്റെ, നമ്മളിന്ന് കൊറോണ എത്രമാത്രം പേടിക്കുക, സാമൂഹിക അകലത്തിൽ നമ്മൾ എത്രമാത്രം ഭയപ്പെടുക. പക്ഷെ അക്കാലത്ത് 1860-ൽ ഇതിനേക്കാൾ ഭീകരമായ മരുന്നില്ലാത്ത മസൂരിയുടെ മുമ്പിൽ കാലം പേടിച്ചപ്പോ ഗുരുവിനോട് സാമൂഹിക അകലം പാലിക്കാതെ കട്ടിലിന്റെ അടുത്ത് 12-കാരൻ ഷമ്മാശൻ. ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഈ ധ്യാനത്തിന് വേണ്ടി കുറിയാക്കോസത്തിന് എന്നെ വിളിച്ചപ്പോൾ പരിശുദ്ധന്മാരെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഈ 12-ാം വയസ്സിലെ സംഭവം ഓർത്ത് ധ്യാനിച്ചപ്പോ, ഈ ധ്യാന ചിന്തകൾ തയ്യാറാക്കിയപ്പോൾ പരിമല പുണ്യവാൻ തന്റെ 12-ാം വയസ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. ദൈവം തമ്പുരാന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇത്തിരി എഴുതി വെച്ച വരികളാണ്. ഗുരുവിൻ വേദന കണ്ടു ശിഷ്യന്മാർ മരണഭയത്താൽ മാറി. ഗുരുവിൻ വേദന കണ്ടു ശിഷ്യന്മാർ മരണഭയത്താൽ മാറി. ഗുരു മരിച്ചതും മസൂരി ബാധിച്ച പ്രിയ ശിഷ്യൻ തളർന്നു. എല്ലാ ശിഷ്യന്മാരും പോയി. പക്ഷേ ഗുരു മരിച്ചതും മസൂരി ബാധിച്ച
നമ്മുടെ കൊച്ചു ഷമ്മാശൻ തളർന്നു. മരണത്തെ മുന്നിൽ കണ്ടപ്പോ, മരുന്ന് കിട്ടിയപ്പോ ഈ 12കാരൻ എന്താ പറഞ്ഞത്? മരണത്തെ ബാലൻ മുന്നിൽ കണ്ടോര കനക കല്ലൂരി നാളിൽ മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ട മശീഹ മാത്രമേ. മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ട മശീഹ മാത്രമേ. എനിക്കൊരു മരുന്നും വേണ്ട, ഒരു മനുഷ്യനും വേണ്ട, എന്റെ മശീഹ തമ്പുരാൻ മതി. പക്ഷെ ആ മരണക്കിടക്കയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന കൊച്ചു തിരുമേനിക്ക് എന്താ സംഭവിച്ചത്? അമ്മ മറിയം പുത്രനേന്തി കൊച്ചു ഷമ്മാശൻ മുൻപിൽ. എന്താ അമ്മ മറിയം? അമ്മ മറിയം പുത്രനേന്തി കൊച്ചു ഷമ്മാശൻ മരണവേദന വമിച്ച വേളയിൽ തിരുമുൻപിൽ നിന്നു. ആ രോഗത്തിന്റെ കിടക്കയിൽ മരണവേദന വമിച്ച വേളയിൽ തിരുമുൻപിൽ നിന്നു. 12 വയസ്സിൽ ദൈവം തമ്പുരാനെ ആശ്രയിച്ച, മരുന്നിനേക്കാളേറെ ദൈവത്തോട് ബന്ധിപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഈ പകർച്ചവ്യാധിയുടെ കാലത്ത്, സാമൂഹ്യ അകലത്തിന്റെ കാലത്ത്, മരുന്നില്ലാത്ത മസൂരിയുടെ കാലത്ത് മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ട മശീഹ മാത്രമേ. എന്റെ തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ ഇതിനെ ജയിക്കും. ഈ കൊറോണയുടെ കാലത്ത് ജീവിത ഭാരങ്ങളിൽ, സങ്കടക്കടലിൽ ഉരുകുന്ന ജീവിതമേ, മരുന്ന് വേണ്ടെന്നല്ല, തിരുമേനിയോട് ചേർന്ന് പറയാം, മരുന്നും വേണ്ട ഒരു മനുഷ്യനും വേണ്ട തമ്പുരാനുണ്ടെങ്കിൽ. ആ രോഗക്കിടക്കയിൽ അമ്മ മറിയം പുത്രനെ എന്തി കൊച്ചു ഷമ്മാശൻ മുൻപിൽ. വാക്സിൻ കണ്ടുപിടിച്ചോട്ടെ, എങ്കിൽ ഈ പെരുന്നാളിൽ എന്നെ കേൾക്കുന്നൊരു ഉറക്ക പാടണം. മരുന്നും വേണ്ടൊരു മനുഷ്യനും വേണ്ട മശീഹ മാത്രമേ. മീവൽ പക്ഷിയുടെ മൂന്നാമത്തെ പ്രത്യേകത, ഒന്ന്, അത് ജീവിതത്തിന്റെ തീർത്ഥാടനമാണ്. ജീവിതമെന്ന് സൂചിപ്പിക്കുന്ന ദേശാടന പക്ഷി. 2, യാഗപീഠങ്ങളോട് ബന്ധിക്കപ്പെട്ട ജീവിതമാണ്. പരിശുദ്ധന്മാരും അങ്ങനെ തന്നെയാണ്. 3, മീവൽ പക്ഷി പരിശുദ്ധന്മാരെ പോലെയാണ്. പരിമല പുണ്യവാൻ മീവൽ പക്ഷിയെ പോലെയാണ്. മൂന്നാമത്തെ പ്രത്യേകത, മീവൽ അനുതാപത്തിന്റെ അടയാളമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ്: മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി. ഹിസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം ബാധിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മുഖം ചോരിനെതിരെ ചലറി കരഞ്ഞ നിമിഷങ്ങളിൽ അനുതാപത്തിന്റെ പ്രാർത്ഥന ഒരു നിലാവ് പോലെ ഒഴുകിയിറങ്ങിയപ്പോൾ, പെരുമഴ പോലെ കണ്ണീര രാജധാനിയുടെ ഉൾമുറിയുടെ തറയെ നനച്ചപ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. അനുതാപത്തിന്റെ അടയാളമാണ് മീവൽ പക്ഷിയെങ്കിൽ പുണ്യവാന്മാർ, പരിശുദ്ധന്മാർ. യിരെമ്യാ പ്രവാചകൻ 8-ാം അധ്യായം 7-ാം വാക്യം: ആകാശത്തിലെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയും. കുറുപ്രാവും കൊക്കും മീവൽ പക്ഷിയും മടങ്ങിവരവിനുള്ള കാലം അന്വേഷിക്കുന്നു. അനുതാപം, മടങ്ങിവരവ്. മീവൽ പക്ഷി മടങ്ങിവരവിനുള്ള കാലം അന്വേഷിക്കുന്നു. അനുതാപത്തിന്റെ ആൾരൂപങ്ങളാണ് പരിശുദ്ധന്മാർ. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ആധുനിക കാലത്ത്, മോഡേൺ സ്പിരിച്വാലിറ്റിയുടെ കാലത്ത്, നാം നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച രഹസ്യ പ്രാർത്ഥനകൾ തുറന്നു നോക്കൂ. അവരുടെ ജീവിതങ്ങളിലേക്കുള്ള ജനാല അതിൽ തുറന്നു കിടക്കുന്നത് കാണാം. മാബൂഗിലെ മാർ പീലക്സിനോസിന്റെയും മറ്റും പ്രാർത്ഥനയിൽ 3-ാം മണിയിൽ ഇതിലും കൂടുതൽ എങ്ങനെയാണ് അനുതാപത്തോട് പ്രാർത്ഥിക്കുക? ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുതേ, നീ പ്രകാശവും ഞാൻ അന്ധകാരവും, നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു.
ഇതിലും താഴെ എങ്ങനെയാണ് ഒരാൾ അനുതാപിയാകുക? നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ അഭിമാനം കൊള്ളുമ്പോൾ, ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുതേ, ഞാൻ അന്ധകാരവും നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പം കുഴിയിലെ എച്ചിലുമാകുന്നു. ഇതിലും സ്വയം താഴ്ത്തി എങ്ങനെ പറയും? വ്യാഴാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയിൽ രഹസ്യ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ, കർത്താവേ ഞാൻ സ്വർഗത്തിന് യോഗ്യനല്ലെന്ന് എനിക്കറിയാം. സുറിയാനി സഭയുടെ ആരാധന. സഭയുടെ രഹസ്യ പ്രാർത്ഥനകളുടെ പുസ്തകം തുറക്കൂ. പരിശുദ്ധന്മാരുടെ ജീവിത ശൈലിയിലേക്ക് വെളിച്ചം വീഴുന്ന ജാലകങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ അനുതാപം ഒരു അടയാളമാണ്. അവരുടെ ജീവിതം അനുതാപത്തിന്റെ അടയാളമാണ്. വെട്ടിക്കൽ ദേറായിലെ തന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മഹാന്മാരെന്ന പുസ്തകത്തിൽ മൂക്കഞ്ചേരി വർക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. പണ്ട് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച്, ഗീവർഗീസ് റമ്പാൻ വെട്ടിക്കൽ ദയറായിൽ പ്രവേശിച്ചത് മുതൽ കഠിനമായി വ്രതം ആരംഭിച്ചു. താൻ ഇടപെടാതെ അനുതാപ പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ടിരുന്നതിനാൽ തന്നെ കാണാനായി വന്ന പലരും ആഗ്രഹം സാധിക്കാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. പ്രാർത്ഥനയില്ലാത്ത സമയങ്ങളിൽ റമ്പാച്ചൻ വേദപുസ്തകമോ മറ്റു മതസംബന്ധമായ പുസ്തകങ്ങളോ വായിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുമ്പിടിയിലോ ധ്യാനമോ ആയിരിക്കും. എന്ത് രോഗം വന്നാലും ചികിത്സയ്ക്ക് ചുരുക്കമായിരിക്കും. നോമ്പുകാലങ്ങളിൽ വ്രതങ്ങളും പ്രാർത്ഥനകളും ഇരട്ടിക്കും. 22 കഴിയുന്നവരെ ഭക്ഷണമില്ല, അത് തന്നെ ലഘുവായിരിക്കും. ഇത് കഴിഞ്ഞാൽ സുറിയാനി പുസ്തകങ്ങൾ പകർത്തുന്ന ജോലിയായിരുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുതാപത്തെക്കുറിച്ച് മഹാനായ മൂക്കഞ്ചേരി വർക്കി നമ്മുടെ മഹാന്മാരെന്ന പുസ്തകത്തിൽ തിരുമേനിയെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. മീവൽ പക്ഷിയെ പോലെ പരിശുദ്ധന്മാരുടെ ജീവിതം, അനുതാപത്തിന്റെ അടയാളം, തീർത്ഥാടനത്തിന്റെ സ്വഭാവം, യാഗപീഠങ്ങളോട് ബന്ധിക്കപ്പെട്ടത് ഒക്കെ നമ്മുടെ പുണ്യവാന് ചേരില്ലേ? ഒക്കെ നമ്മുടെ പരിമല പുണ്യവാന് ചേരില്ലേ? വിശുദ്ധരുടെ ജീവിതം മീവൽ പക്ഷിയെ പോലെ. രണ്ടാമത്തത്, വിശുദ്ധന്മാരുടെ ജീവിതം പത്മോസ് ദ്വീപ് പോലെയാണ്. പത്മോസ് ദ്വീപ് പോലെ. എന്താണ് ഈ പത്മോസ് ദ്വീപിന്റെ പ്രത്യേകത? വേദനകൾ, ഒറ്റപ്പെടൽ, ഏകാന്തതയുടെ ഇരിപ്പിടം ഒക്കെയാണ് പത്മോസ്. ആത്മവിവശതയുടെ ഇടമാണ്, എന്നാൽ വെളിപ്പാടുകൾ കൂട്ടുവരുന്ന ഇടം കൂടിയാണ് പത്മോസ്. യോഹന്നാൻ ശ്ലീഹ ഏകാനായി പാർത്ത ഏറ്റവും മരുഭൂമിയുടെ ഈ ദ്വീപ്. ഒരു വശത്ത് പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ, മറുവശത്ത് കാലത്തിനപ്പുറമുള്ള കാഴ്ചകൾ. ഒരു വശത്ത് ആരും അനുഭവിക്കാത്ത സങ്കടങ്ങൾ, ആളുകൾ കൂട്ടില്ലാത്ത ഇടം, മറുവശത്ത് ആഴത്തിലുള്ള സ്വർഗീയ ദർശനങ്ങൾ. പത്മോസ് പരിതാപത്തിന്റെയും പരുക്കുകളുടെയും പരിശോധനകളുടെയും പരിദേവനങ്ങളുടെയും ഇടമാണ്. എന്നാൽ പത്മോസ് പറുദീസയിലേക്കുള്ള വാതിലുമാണ്. പത്മോസിന് 2 വശമുണ്ട്. ഒരു വശം പരിതാപവും പരുക്കും പരിദേവനവും പരിശോധനയുമാണ്, എന്നാൽ മറുവശം പറുദീസയുടെ കാഴ്ചയുമാണ്. പുണ്യവാന്മാരുടെ ജീവിതം പത്മോസ് ദ്വീപ് പോലെയാണ്. അവിടെ ഒരു 6-ാം ഇന്ദ്രിയമുണ്ട്. പത്മോസ് ദ്വീപിൽ വെളിപ്പാടിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് തുറന്നു വയ്ക്കുന്ന 6-ാം ഇന്ദ്രിയം. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു നിധി ഉണ്ടാകും എന്ന് തിരുമേനി പറഞ്ഞില്ലേ? പണ്ട് വായിച്ചിട്ടില്ലേ ആ കോൾമയിർ കൊള്ളിക്കുന്ന ചരിത്രം? ഈ ജീവിതത്തിന്റെ പെരുമയെക്കുറിച്ചല്ലേ പറഞ്ഞത്? താൻ മരിക്കുന്നതിനെ കുറിച്ച് താൻ മുൻപേ പറഞ്ഞില്ലേ? ശയ്യാവലംബിയായി കിടന്ന 54-ാമത്തെ വയസ്സിൽ 2 ദിവസം മരിക്കത്തക്ക രോഗം പിടിച്ച് തിരുമേനി കിടക്കുന്നുണ്ട്. എല്ലാവരും ചരിത്രം വായിച്ചിട്ടുള്ളതാണ്, സൺഡേ സ്കൂളിൽ പോലും. മരണമടുത്തപ്പോൾ മരണവേദനയിൽ പിടയുന്ന തൻ്റെ ജീവിതത്തിന്റെ അവസാന രാപകലുകൾ. മരണമടുത്തപ്പോൾ താൻ മൗനിയായി 2 ദിനം, അതിവേദന മധ്യേ തേജസ്വിയായി താൻ ശയ്യമേൽ ധ്യാനിച്ചു. മരണമടുത്ത നിമിഷങ്ങളിൽ അതിവേദന മധ്യേ തേജസ്വിയായി താൻ ശയ്യമേൽ ധ്യാനിച്ചു. കഴിഞ്ഞ ദിവസം ഈ ധ്യാനത്തിൽ ഒരുങ്ങിയപ്പോൾ ദൈവം എനിക്ക് വെറുതെ തന്ന വരികളാണ്. ഞാനിങ്ങനെ കുറിച്ചു വെച്ചതാണ്. 2 ദിവസം അതിവേദനയിൽ താൻ മൗനിയായി ധ്യാനിച്ചു. എന്നാൽ 3-ാം ദിവസം, ആ കിടക്കയിലെ 3-ാം ദിവസം
മൂന്നാം ദിനത്തിൽ ഇന്ന് എത്രയാണ് തീയതി എന്ന് ചോദിച്ചു. മൂന്നാം ദിവസം പ്രഭാതത്തിൽ അടുത്ത് നിന്ന് ശിഷ്യന്മാരോട് മൂന്നാം ദിനത്തിൽ അടുത്ത് നിന്ന് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, 18 വാക്കു കേട്ടപ്പോൾ ഇനി 2 ദിനമുണ്ടെന്നു ഉച്ചരിച്ചു. പിതാവേ, പരിശുദ്ധ പിതാവേ, ഇന്ന് തുലാം 18 അഴിപ്പുരയ്ക്ക് പുറത്ത് കോരിച്ചൊരിയുന്ന തുലാമഴയുടെ ആരവത്തിൽ പിതാവേ, ശിഷ്യന്മാർ പറഞ്ഞു ഇന്ന് 18 തീയതി. ഇത് കേട്ടപ്പോൾ എന്താ തിരുമേനി മറുപടി പറഞ്ഞത്? 18 വാക്കു കേട്ടപ്പോൾ ഇനി 2 ദിനമുണ്ടെന്നു ഉച്ചരിച്ചു. ഇനി 2 ദിവസം കൂടെ ഞാൻ ഈ വേദന സഹിക്കണമല്ലോ. മരണത്തെ മുന്നിൽ കണ്ടിട്ട് ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. രോഗം ആകുമെന്നാണോ? 2 ദിനരാത്രം കഴിഞ്ഞു. ആ 48 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പിന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധ പിതാവ് കുർബാന കൈക്കൊള്ളുന്നുണ്ട്. 2 ദിനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. എന്നിട്ടോ അന്നാരാവിന്റെ 3-ാം യാമത്തിൽ വിണ്ണിലലിഞ്ഞു ചേർന്നു. ആ 3-ാം ദിവസത്തിന്റെ രാത്രി ഇനി 2 ദിവസം കൂടെ ഞാൻ ഈ വേദന സഹിക്കണമല്ലോ എന്ന് പറഞ്ഞ പിതാവ് ആ 3-ാം ദിവസത്തിന്റെ രാത്രി എന്താ സംഭവിച്ചത്? 3-ാം ദിവസം വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് അന്നാരാവിന്റെ 3-ാം യാമത്തിൽ വിണ്ണിലലിഞ്ഞു ചേർന്നു. ആ രാത്രിയിൽ മണി 2 അന്നാരാവിന്റെ 3-ാം യാമത്തിൽ വിണ്ണിലലിഞ്ഞു ചേർന്നു. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥത പറയുവാൻ അന്നാരാവിന്റെ 3-ാം യാമത്തിൽ വിണ്ണിലലിഞ്ഞു ചേർന്നു. പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്നു തിരുമേനിക്ക്. ചരിത്രം വായിച്ചാൽ മതി. വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ശിഖരങ്ങളിൽ പറന്നു വരുന്ന പക്ഷിയുടെ ഭാഷ തിരുമേനി വ്യാഖ്യാനിക്കുമായിരുന്നത്രയും. ഈ പ്രപഞ്ചത്തോടൊരു ടെലിപ്പതിക് ബന്ധമുണ്ട് വിശുദ്ധന്മാർക്ക്. പഴയ തിപ്സിലെ പൗലോസ് എന്ന് പറയുന്ന സന്യാസ പിതാവിനെ സംസ്കരിക്കാൻ കുഴിയെടുത്തത് 2 സിംഹങ്ങളാണെന്നാണ് ചരിത്രം. വീയപുരത്ത് വിവാഹവേളയിൽ വിവാഹമോതിരം വീണുപോയപ്പോൾ വേദനിച്ചവരോട് തിരുമേനി പറഞ്ഞില്ലേ, വിഷമിക്കണ്ട, ഈ വരനും വധുവിനും ഒന്നും പറ്റില്ല, ഇത് നമ്മുടെ അവസാന വിവാഹമാണ്, ഒരു 3-ാം കണ്ണ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെറോം പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ ജെറോം. അദ്ദേഹത്തിന്റെ ചിത്രം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഒരു സിംഹം ഉരുമിക്കിടക്കുന്നത് കാണാം. ഒരിക്കൽ അദ്ദേഹം പാർത്തിരുന്ന ബേത്ലഹേമിലെ ഗുഹയുടെ മുഖത്ത് ഒരു സിംഹം വന്ന് കരയുക. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഈ പിതാവ് ശാന്തനായി നോക്കിയപ്പോൾ മനസ്സിലായി സിംഹത്തിന് ഭാഷയില്ലാഞ്ഞും. ഈ പിതാവ് ചെന്നിട്ട് സിംഹത്തിന്റെ കൈ പിടിച്ച് പൊക്കിയിട്ട് അതിന്റെ കൈയുടെ വെള്ളയിൽ നിന്നൊരു മുള്ളു കുത്തിയിരുന്നിരുന്നു. അതിനാണ് കരഞ്ഞത്, ഊരിക്കളഞ്ഞു. പിന്നെ ഈ സിംഹം ആശ്രമത്തിലെ അന്തേവാസിയായി. നമുക്ക് വിശ്വസിക്കാമോ? ഈ സിംഹം പിന്നെ എന്നും ജെറോം പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പിതാവിന്റെ ചിത്രം കാണുമ്പോൾ ആ പാദപീഠത്തിൽ ഈ ജെറോം പിതാവിന്റെ കൂടെ സിംഹമുണ്ട്. പ്രപഞ്ചത്തോട്, ജീവജാലങ്ങളോട് ഒരു 6-ാം ഇന്ദ്രിയം, ഒരു പുത്തൻ ഭാഷ, പത്മോസിന്റെ വെളിപ്പാടിന്റെ ദർശനം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ചിന്തകളുടെ അവസാന ഭാഗത്തേക്കാണ് പോകുക. പരിശുദ്ധന്മാരുടെ ജീവിതം ഒന്ന് മീവൽ പക്ഷിയെ പോലെയാണ്. അതിനകത്ത് 3 ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു പ്രിയമുള്ളവരെ. രണ്ടാമത്തത്, പരിശുദ്ധന്മാരുടെ ജീവിതം അത് പത്മോസ് ദ്വീപ് പോലെയാണ്. പരുക്കുകളും പരിദേവനങ്ങളും ഒരു നാണയത്തിന്റെ ഒരു വശത്തുണ്ടാകുമ്പോൾ പറുദീസയുടെ ദർശനങ്ങൾ 6-ാം ഇന്ദ്രിയം തുറന്നു കിട്ടുന്ന മറുവശം പത്മോസ് ദ്വീപ് പോലെയാണ് വിശുദ്ധന്മാരുടെ ജീവിതം. 3-ാം ഇടം തഹശുതോൽ പോലെയാണ്.
പുറപ്പാട് പുസ്തകം 36 അധ്യായം 18-19 വാക്യങ്ങൾ. ഈ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. വിശുദ്ധന്മാരുടെ ജീവിതം തഹശു തോൽ പോലെയാണ്. അധികം പരിചയമില്ലാത്തൊരു എലമെന്റ് ആയിരിക്കും. ഞാൻ വാക്യം വായിക്കാം. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണയ്ക്കുവാൻ താമ്രം കൊണ്ട് 50 കൊളുത്തുണ്ടാക്കി ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് കൂടാരത്തിനൊരു പുറമൂടിയും അതിൻ്റെ മീതെ തകശുതോൽ കൊണ്ടൊരു പുറമൂടിയും ഉണ്ടാക്കി. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ എല്ലാത്തിനും മീതെ സുരക്ഷിതത്വത്തിന് വേണ്ടി തണലൊരുക്കുന്ന കൂടാരശീലയുടെ പേരാണ് തകശുതോൽ. സഭയുടെ കൂടാരമാണ്, സഭയുടെ തണലാണ് പരിശുദ്ധന്മാരുടെ ജീവിതം. സമാഗമന കൂടാരം യഹോവയുടെ നിർദ്ദേശപ്രകാരം മോശ നിർമ്മിച്ചപ്പോൾ ദൈവം കൊടുത്ത തകശുതോൽ ഒരു തണലിൻ്റെയും കോട്ടയുടെയും അടയാളമാണ്. പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു കോട്ടയാണെന്ന് പറയില്ലേ? നമ്മൾ പാടാറുണ്ട്, നഗരത്തിനൊരു കോട്ട കണക്ക്. അതൊരു കോട്ടയാണ്. തകശുതോൽ സമാഗമന കൂടാരത്തിന്റെ കോട്ടയാണെങ്കിൽ പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന സഭയുടെ കോട്ടയാണ്. നഗരത്തിനൊരു കോട്ട ഇസ്രായേലിൽ സ്ഥാപിച്ചാൻ യൗസേ, പിന്നസ്തികൾ മോശ. ഒരു കോട്ട പോലെ സഹദേന്മാരെ നിങ്ങൾ തൻ അസ്ഥികളാകും കോട്ടയതിൽ കാത്തിടണമേ. ഒരു കോട്ടയാണ് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് നഗരത്തിന്റെ കോട്ടയാണ്. അബ്രഹാം സോദോമിന്റെ കോട്ടയായിരുന്നു. 6 പൗർണ മധ്യസ്ഥത പറഞ്ഞ് സീമാ നമസ്കാരത്തിൽ ചൊവ്വാഴ്ച മധ്യാഹ്നത്തിലും പാടാറുണ്ട്. ദുഷ്ട പടയിന്നും കാക്കും കോട്ടകളാകട്ടെ നിങ്ങൾ, അസ്ഥികളെ ബഹുമാനിച്ചോ. എന്താ നമ്മൾ പാടുന്നത്? പരിശുദ്ധന്മാർ തകശുതോൽ പോലെ ഒരു കോട്ടയാണ്. ദുഷ്ട പടയിന്നും കാക്കും കോട്ടകളാകട്ടെ നിങ്ങൾ, അസ്ഥികളെ ബഹുമാനിച്ചോ. പ്രാർത്ഥന മൂലമനുഗ്രഹമേറ്റവകാശിക്കണമേ രാജ്യം. ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഒരു കോട്ടയായി നിന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ പരിമല പുണ്യവാൻ എന്ന കോട്ട തകർന്നപ്പോൾ ഇവിടെ പാടിയില്ല ജനം, മലങ്കരയുടെ ജനം പാടി, ഇത്രമേൽ നന്നായി സഭയെ സ്നേഹിക്കുന്ന മെത്രാപ്പോലീത്തന്മാരുണ്ടാകുമോ? ഇത്രമേൽ നന്നായി സഭയെ സ്നേഹിക്കുന്ന മെത്രാപ്പോലീത്തന്മാരുണ്ടാകുമോ? ആ കോട്ട തകർന്നപ്പോൾ ജനം വിതുമ്പി, അരുമബാലേ പരുമലേ എന്ന ഇനിമേൽ വിളിപ്പതിൽ ആരുമില്ല. പരിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ 3 അനുഭവങ്ങൾ. മീവൽ പക്ഷിയെ പോലെ, വീണ്ടും പത്മോസ് ദ്വീപ് പോലെ, തഹശുതോൽ പോലെ, യാഗപീഠത്തോട് ബന്ധിക്കപ്പെട്ട ദേശാടന പക്ഷിയെ പോലെ അനിശ്ചിതത്വം സൂക്ഷിക്കുന്ന, യാഗപീഠത്തിൽ തണലൊരുക്കുന്ന പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത നമുക്ക് അഭയപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.